എന്ത് അതന്നെ, ഞാൻ ഇന്നും ചീഫ് ഗസ്റ്റ് ആണ്. KSFന്റെ ഓഫീസില്, KSFന്റെ ഓഫീസില്. ഇനി പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇന്നും ചെറിയ പരിപാടിയില്ല. അപ്പൊ ഇന്നും കൂട്ടങ്ങാക്കാരുടെ പോകും. അങ്ങനെ ഇതാ നമ്മൾ KSFന്റെ തിരൂർ ബ്രാഞ്ചിലെത്തിക്കണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങളെ GHSS നിറമരുതൂർ സ്കൂളിലുള്ള കൊക്കോക്ക് നാഷണൽ ലെവലിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളെ ആദരിക്കലാണ് ഇവിടെ. ഞാനവിടെ എല്ലാവരുടെ ഇടയിൽ ഇരിക്കണം. അപ്പോൾ ഉമ്മ വീട് എടുക്കുമ്പോൾ ഞാൻ ഉമ്മനെ നോക്കി പേടിപ്പിക്കണം, എനിക്ക് കുറവായില്ലേ. അതിലവിടെ കേസും അവിടെ പ്രസംഗിക്കുന്ന ആൾക്കാരെ കാട്ടി സൗണ്ടാണ് അവൾക്ക്. ഓരോരുത്തർ പ്രസംഗിക്കുമ്പോൾ ഫുള്ള് സൈലൻ്റ് ആവുമല്ലോ. അപ്പോൾ അവളെ അവിടെ കിടന്ന് ചെറുക ഒരു കഥ. അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം ഞാനതാ സ്റ്റേജിലേക്ക് പോവാണ്. എനിക്ക് സ്റ്റേജിലേക്ക് പോകുമ്പോഴൊക്കെ മനസ്സ് നെഞ്ഞിങ്ങനെ പെടപെടാച്ചിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് അവിടെ ഇരിക്കണമെന്നല്ല, എനിക്ക് ആ മൈക്ക് പിടിച്ചിട്ട് 2 വാക്ക് പറയുമ്പോണ്ട് കൈ വിറക്കുക, കാല് വിറക്കുക, കുഴയണ പോലെ തോന്നുക. ആകെ കൂടെ ഒരു വെപ്രാളാണ്. തലൊക്കെ തണുത്ത് വിയർത്ത് സൗണ്ടൊക്കെ ഇങ്ങനെ ഇടറി ആകെ പ്രശ്നമാവും. എനിക്ക് എത്ര സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞാലും എനിക്ക് സ്റ്റേജിൽ കയറി 1-2 പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആകെ പിടുത്തം വിടും. എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളൊക്കെ മുഖം ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് കറക്റ്റ് അറിയണത്. ഇതിന് മുന്നേ ഞാൻ നോക്കിയിട്ട് തന്നെ ഇല്ല. അങ്ങനെ അവർ പ്രെയറൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് എൻ്റെ സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ പ്രെയർ ചൊല്ലാൻ വന്നിരുന്നത്. അങ്ങനെ പ്രെയർ വരുമ്പോൾ നിന്നെ കാണൂല, കാര്യം എന്നെ കട്ടി ആയിട്ടുള്ളവരവരൊക്കെ. അപ്പോൾ അവരൊക്കെ മുന്നിൽ നിന്ന് ഞാൻ അതിൻ്റെ ഇടയിൽ എന്നെ കാണേ പോലും, എൻ്റെ പൊടി പോലും ഉണ്ടാവില്ല, ഞാൻ എൻ്റെ ഇടയിൽ ഒളിച്ച് നിൽക്കണ പോലെ ഉണ്ടാവും. അങ്ങനെ അവർ അതിൻ്റെ എന്താ പറയുക സ്വാഗതവും ഒക്കെ ചെയ്ത് നമ്മൾ എയ്സൂന് അവിടെ തീരെ ഒരു ഇരിക്കപ്പുറത്തില്ല. അങ്ങോട്ടും നടന്ന് ഒന്ന് പൊമ്മാടത്ത് പോകും, ഒന്ന് ഉമ്മാടത്ത് കയറും, ഒന്ന് പൊമ്മാടത്ത് പോകും, ഒന്ന് ഉമ്മാടത്ത് കയറും. പിന്നെ എന്നെ നോക്കി ഒന്ന് ചുരുക്കും. അങ്ങനെ ഒരു ജംസ് മുട്ടായി കൊടുത്തോളം അവിടെ അടക്കി നിർത്തിയിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളെ KSFന്റെ 55ാം വാർഷികത്തോടനുബന്ധിച്ച് കൊക്കോത്തെ പിള്ളേരെ ആദരിക്കലാണ്. അപ്പം 55ാമത്തെ വാർഷികമായപ്പോൾ ഞാൻ ഇവിടുത്തെ മുഖ്യാതിഥിയായി ഒന്ന് പോയി. അങ്ങനെ നമ്മളെ സ്കൂളിൽ കൊക്കോ കളിക്കാൻ നാഷണൽ ലെവലിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ് 8 കുട്ടികളുണ്ട്. അതിൽ 2 കുട്ടികൾ വന്നിട്ടില്ല, ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ അവിടെ മൊമെൻറ്റോസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും പരിപാടിയിലേക്ക് സ്വാഗതമൊക്കെ ചെയ്ത് റോസ് പൂവൊക്കെ കൊടുത്ത് അവരെല്ലാവരും ഹാപ്പി ആക്കി. പിന്നെ അവർക്ക് മൊമെൻറ്റോസൊക്കെ കൊടുക്കണമൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർക്ക് മൊമെൻറ്റോ കൊടുക്കുന്നത്. ആദ്യം അവരെ സ്വാഗതം ചെയ്ത് അവരെ സീറ്റിലൊക്കെ ഇരുത്തി. അങ്ങനെ അവരെ ഫുള്ള് അവിടെ അവരായിരുന്നു അവിടുത്തെ മെയിൻ ആൾക്കാർ, കൊക്കോത്ത നാഷണൽ ലെവലിൽ സെലക്ഷൻ കിട്ടിയവർ. പിന്നെ കുറേ പ്രസംഗിച്ചും കുറേ ആൾക്കാർക്ക് റോസ് പൂ, അതിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നെ എനിക്ക് കൊടുന്ന് റോസ് പൂ ഒക്കെ തന്ന്. അതൊക്കെ ഒരു കഥ. എൻ്റെ ഫ്രണ്ട്സാണ് അവിടെ നിൽക്കണ പ്രയറും എല്ലാം വന്നവരൊക്കെ. അതിലുള്ള ദിൽന എൻ്റെ കൂടെ 8ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. ബാക്കിയുള്ളവരൊക്കെ നമ്മളിങ്ങനെ കണ്ടുപരിചയമാണ്. അതിന് പിന്നെ നമ്മളെ കൊക്കോത്തെ പിള്ളേർക്ക് നാഷണൽ ലെവലിൽ സെലക്ഷൻ കിട്ടിയവർക്ക് മൊമെൻറ്റോ കൊടുക്കലാണ്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും മൊമെൻറ്റോ ഓരോരുത്തരായി മൊമെൻറ്റോസൊക്കെ കൊടുത്ത് അവരെ ഹാപ്പിയാക്കി. പിന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഉദ്ഘാടനം ആവുമ്പോൾ ഉദ്ഘാടകനെ വിളിച്ചിട്ട് അവർ പറയുമ്പോൾ ഞാൻ പറയും, പഠിച്ചവനെ ഇതെപ്പോഴൊന്നും തീരല്ലേ, കുറച്ച് നീട്ടിയാണ്ട് പറഞ്ഞോട്ടെ എന്ന് പറയും. കാരണം അത് കഴിഞ്ഞാൽ എനിക്കാണ് പറയാനുള്ളത്. പിന്നെ ഇതാ അവിടുന്ന് കോഫിയും എന്തൊക്കെ സ്നാക്സൊക്കെ തന്നിരുന്നു. ലഡും സമൂസയും ബിസ്ക്കറ്റും കൂടെ ഒന്നാക്കിയിട്ടാണ് നമ്മൾ ഏസ് കഴിക്കുന്നത്. ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കോംബോ തന്നെ അവളവിടെ ഉണ്ടാക്കിയിരിക്കണം. അങ്ങനെ അവളത് അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ്. പിന്നെ ഞാനവിടെ താടിക്കും കൈയെടുത്ത് ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. അടുത്തതായി സ്റ്റേജിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഹിബൂസ് എന്ന കൊച്ചി യൂട്യൂബർ ഇതാ നമ്മുടെ മുഖ്യ അതിഥിയായി വന്നിരിക്കുന്ന ഹിബൂസ് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. അല്ല എൻ്റെ റബ്ബേ, അതിങ്ങോട്ട് കേട്ടാൽ തുടങ്ങും പേടിക്കാൻ. 2 വാക്ക് പറയാമെന്ന് പറയുമ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല എത്ര കറക്റ്റായിട്ട് 2 വാക്ക് മാത്രം പറഞ്ഞ് നിർത്തുമെന്ന്. കാരണം എല്ലാം നമ്മൾ പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്യും.
ഫുള്ള് സെറ്റാക്കിയിട്ടാകും പോലും. പക്ഷെ അവിടെ നിന്ന് മൈക്ക് കയ്യിൽ കിട്ടിയാൽ എന്താ പറയണ്ടെന്ന്, എന്തിനാ ഇപ്പം ഞാൻ ഇവിടെ വന്നിക്കണമെന്ന്, എന്താ അവിടെ പരിപാടിയെന്നോ ഒന്നും മനസ്സിൽ കണ്ടെത്തൂല, എല്ലാം മറന്നുണ്ടാവും. പിന്നെ അവിടെ നിന്ന് നമുക്ക് ചെറിയ ഒരു സ്നേഹോപകാരം കിട്ടി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ. എനിക്ക് അത് തുറക്കണ വീഡിയോ നമ്മൾ ഇതിൽ വെച്ചിരിക്കണത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മടിയൊക്കെ തോന്നും. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിൽ പോകാനുള്ള ടൈമായപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ച് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വണ്ടി വീട്ടിലേക്ക് വിടുകയാണ്. പിന്നെ വീട്ടിലെത്തുമ്പോൾ ഇതങ്ങനെ തുറക്കണമല്ലോ.